ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കാൽപന്ത് കളിയുടെ ഒരു ലോകം തന്നെയാട്ടോ ഈ ടെറഫിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ടെറഫെന്ന് വെറും ഒരു ടെറഫെന്ന് മാത്രം നമുക്കിതിനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു വിസ്മയ ലോകം, ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിലേക്ക് കയറാൻ നമുക്ക് എക്സ്ട്രാ ഫീസൊന്നുമില്ല. പക്ഷേ ഈ കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാട്ടോ ഒരു കുട്ടികൾക്ക്. അതിൻ്റെ കൂടെ പാരൻസിനൊക്കെ കയറാട്ടോ. അതിനൊന്നും എക്സ്ട്രാ ഫീസൊന്നുമില്ല. കയറുന്ന കുട്ടികൾക്ക് മാത്രം 50 രൂപ ഫീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഷോപ്പുകളും കഫ്റ്റീരിയകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ടെറഫിന് ഇരിക്കാനുള്ള സ്പേസൊക്കെയാണ്. നല്ല രസമായിട്ട് നമ്മൾ ചെന്നത് ഒരു 3 മണി ആ സമയത്തായതുകൊണ്ട് തന്നെ കുറച്ചൊരു വെയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ശരിക്കും അവിടെ എല്ലാവരും വരുന്നത്, ഞങ്ങൾ എത്തിയ സമയത്ത് ആൾ കുറവായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വരുന്നത് ഒരു 4 മണി 4:30 ആകുമ്പോഴാണ് അവിടെ നല്ല റഷായിട്ട് മാറുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. എല്ലാവരും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പുഴയോരത്തിൻ്റെ ഒരു വക്കിലായിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല കാറ്റും ഈ വൈകിട്ട് അവിടെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇതുള്ള ചിൽഡ്രൻസ് പാർക്കാട്ടോ. ഇവിടെ ആരും വന്നിട്ടില്ല, അധികം കുട്ടികളൊന്നും കയറാൻ തുടങ്ങിയിട്ടില്ല. കാരണം കുറച്ചൊരു വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറാതെ നമ്മൾ ജസ്റ്റ് അപ്പുറത്ത് പുഴയോരത്തിൻ്റെ ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ പോയിരുന്നു. ആ ഭാഗത്തേക്കാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വ്യൂ ഫുള്ള് പുഴയോരാട്ടോ കാണുന്നത്. അപ്പോൾ നല്ല കാറ്റാട്ടോ. ഈ സമയത്തും അവിടെ നല്ല കാറ്റാണ്. അപ്പോൾ ഇങ്ങനെ വൈകിട്ടായി തുടങ്ങി ഇപ്പോൾ കുറച്ചൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഞങ്ങൾ കൊണ്ടുപോയ ഫുഡൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാട്ടോ. അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ നല്ല തിരക്കായി. അപ്പോൾ ഇത്താൻ്റെ മോളെ ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ. അവൾക്ക് ആകെ എല്ലാവരും കൂടി കണ്ടിട്ട് കുറച്ചൊരു മടിയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു. മുഹമ്മദും ഉണ്ട് കേട്ടോ കൂടെ. നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെ കുറേ ആളുകൾ കക്ക വാരുന്ന് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഇങ്ങനെ നല്ല അടിപൊളി വ്യൂ ആട്ടോ കാണാൻ. ഇപ്പോൾ കളിക്കാനും കുളിക്കാനും കുടിക്കാനും എല്ലാറ്റിനും കൂടി ഒരു ഇടം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. കാരണം കുട്ടികളെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളിലേക്ക് അങ്ങ് പോയിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ആദം ഇവിടെ നിന്നിട്ട് അവിടെ കളിക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു വൈകിട്ടാവുമ്പോഴേക്കും അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ കുട്ടികളൊക്കെ പിടിച്ചിട്ട് അവർ വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ പാട്ടിൻ്റെയും അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓരോ വീഡിയോസും ഷോർട്സിന് എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. മോളൊക്കെ അവിടെ ഫ്രണ്ട്സുകളും അവരൊക്കെ ഉണ്ട് കേട്ടോ. അവളെ അറിയുന്നവരൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട് അവരോടൊക്കെ സംസാരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എത്ര സമയം നിന്നാലും നമുക്ക് മതിയാവില്ല. അത്രയും നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഞാൻ ആദമിനൊക്കെ എടുത്തിട്ട് ഞാൻ ആദമിനെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കുറച്ച് സമയം അവിടെ എടുത്തിട്ടൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് വൈകിട്ടായി തുടങ്ങി. അപ്പം ഇനി നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ചൊരു വെയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നതായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഇത്താൻ്റെ മോളും മുഹമ്മദൊക്കെ കൂടി നല്ല കളിയിലാട്ടോ. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെ നല്ല സ്പേസ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നല്ല തിരക്കായി വന്നു. കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ വന്നു. അപ്പോൾ അവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോനെ വെച്ചിട്ട് അങ്ങോട്ടൊന്നും കളീൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അവിടെ നല്ല തിരക്കായിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഇത്ര തിരക്ക് ഉണ്ടാവില്ല.
അപ്പോൾ ആദമിന് ഇതാ ഇവിടെ നല്ലൊരു ഉമ്മമാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതായിരുന്നു കേട്ടോ. അവർ മടിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിൽഡ്രൻസ് പാർക്കിൽ നിറയെ ഓരോ സമയം ഇപ്പം നമ്മളിനി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായിട്ട് മാറും കേട്ടോ. നമ്മളൊരു 6:30 ആയപ്പോഴേക്കും അവിടെ നിന്ന് പോന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ കഫ്തേരിയകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഒരു 6:30 ആയപ്പോൾ തിരിച്ചു പോന്നു.